എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു വ്ളോഗാണ് എടുക്കുന്നത്. വ്ളോഗ് എന്ന് പറയുമ്പം എന്താണ് മക്കളെ, ഇന്ന് കരാട്ടെ കോമ്പറ്റീഷനാണ്. ട്രിവാൻഡ്രം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പോൾ അവിടുത്തെ കോമ്പറ്റീഷനും അവിടുത്തെ നമ്മൾ ഇന്നൊരു ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പോണ വഴിയിലെ വിശേഷങ്ങളെ കാണാം. ഇതാണ് കേട്ടോ അഫ്താബിൻ്റെ ബാഗ്. ഇതിനകത്താണ് അഫ്താബിൻ്റെ ഫുൾ ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കണ ഈ ബാഗിലോട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ ബാഗിനകത്ത് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കാണിച്ചു തരാം. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു മോർണിംഗ് 7:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. കാരണം സിറ്റിയിലോട്ടാണല്ലോ പോകണം. ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്താൻ ലേറ്റാവും. ഞങ്ങൾക്ക് ടൈം പറഞ്ഞിരിക്കുന്നത് 8:30 റിപ്പോർട്ടിങ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എത്തണം. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. മക്കൾക്കുള്ള ഫുഡൊക്കെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. ലഞ്ചിനൊക്കെ മോനിക്ക് അഫ്താബിന് അവിടെ കോമ്പറ്റീഷനുള്ള കൊച്ചുങ്ങൾക്ക് ലഞ്ച് അവിടെ ഉണ്ട്. മോനിക്ക് മാത്രമാണ്. അപ്പം ഞങ്ങൾക്കുള്ള ഞാൻ ലഞ്ചും അതുപോലെ രാവിലത്തെ ഫുഡും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇളയ കുഞ്ഞു മോനിക്കുള്ള സ്നാക്സ് ഐറ്റംസ്. കാരണം ഞങ്ങളിപ്പോൾ വീടെത്തുമ്പോൾ എന്തായാലും ഒരു വൈകുന്നേരം 5-5:30-6 മണിക്കകത്താവും. അപ്പം കൊച്ചല്ലേ, അപ്പം ഞങ്ങൾക്ക് റോഡിലോട്ട് പോകണമെന്ന് വെച്ചാൽ അത് പാടാണ്. കാരണം കൂടെ പോയി ഫുഡ് വാങ്ങാൻ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ പിന്നെ മോനിക്ക് വെളിയോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. എപ്പോഴും വിളിക്കണമെന്ന് അറിയാൻ പറ്റില്ല. അവിടെ തന്നെ മോനെ ഇരുത്തിയിരിക്കും. ഇപ്പം ഇളയ മോനെയും കൊണ്ടൊക്കെ പെട്ടെന്ന് റോഡിലോട്ടൊക്കെ പോകണം, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൈ കരുതിയിട്ടുണ്ട്. ഇതാണ് ട്രിവാൻഡ്രം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് അഫ്താബിൻ്റെ പ്രോഗ്രാം നടക്കാനും പോകുന്നത്. വലിയൊരു സ്റ്റേഡിയമാണേ. ഇതാ ഇവിടെ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറി. ഇവിടെ വെച്ചാണ് അഫ്താബിൻ്റെ മത്സരം നടക്കാനും പോകുന്നത്. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. കാരണം ആൾക്കാർ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ടൈം എടുത്തതിന് ശേഷമേ എല്ലാ ആൾക്കാരും വരുള്ളൂ. കുട്ടികളെ ചെസ് നമ്പർ അനുസരിച്ച് വിളിക്കാനും അതുപോലെ തന്നെ അവരെ മത്സര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടി എനിക്കുണ്ടായിരുന്നു. ഉദ്ഘാടനത്തിനായി കുട്ടികളെ അറേഞ്ച് ചെയ്ത് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഓരോ സ്ഥാപനത്തിലെയും കുട്ടികളെയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞാൽ മാത്രമേ കരാട്ട മത്സരം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അഫ്താബ് ദാ ഇവിടെ ഇരിപ്പുണ്ടേ. അഫ്താബ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മത്സരം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഉദ്ഘാടനം കഴിഞ്ഞു, മത്സരം ഇപ്പോൾ തന്നെ ആരംഭിക്കും. കുട്ടികൾക്കുള്ള ട്രോഫി ഇവിടെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മത്സരം തുടങ്ങി. ആദ്യത്തെ മത്സരം എന്ന് പറയുമ്പോൾ കത്തയാണ്. ഈ കത്ത മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നത് ആരാണോ അവർക്കാണ് ഫസ്റ്റ്. ഫ്രണ്ടിൽ ഇരിക്കുന്ന 5 റെഫറിമാരാണ് കുട്ടികളുടെ സ്കോർ നിശ്ചയിക്കുന്നത്. അവരെ കയ്യിരിക്കുന്ന ബോർഡ് അവർ മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ മുകളിലോട്ട് ഉയർത്തും. അതിലുള്ള ടോട്ടൽ മാർക്ക് ഇടതുവശത്ത് കാണുന്ന ആ ബ്ലൂ ബോർഡിൽ ആഡ് ചെയ്ത് കാണിക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന കുട്ടി ആരാണോ ആ കുട്ടിയാണ് ഈ മത്സരത്തെ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. മത്സരത്തിന് ശേഷം കുട്ടികളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ തരംതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. കുട്ടികളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തി അവർക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. അടുത്ത മത്സരം കുമിത്തയാണ്. കുമിത്ത എന്ന് പറയുമ്പോൾ ബോക്സിംഗ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അഫ്താബിൻ്റെ ആ ബാഗിനകത്ത് അഫ്താബിൻ്റെ ഈ ചെസ്റ്റിൽ വെക്കുന്നത്, അതുപോലെ തന്നെ കാലിൽ, കയ്യിൽ, തലയിൽ ഫുൾ വായിൻ്റെ അകത്ത് വരെയൊക്കെ പ്രൊട്ടക്ഷൻസ് ഇട്ടിട്ടാണ് ഈ കുമിത്ത മത്സരം സ്റ്റാർട്ട് ചെയ്യണത്. കുട്ടികൾ തമ്മിലുള്ള ബോക്സിംഗ് ആണ് കുമിത്ത മത്സരം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെ മത്സരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 7:30 മണി കഴിഞ്ഞിട്ടുണ്ട്. 2 മത്സരം കഴിഞ്ഞ് മോന് കത്തയ്ക്ക് തേർഡും കുമിത്തയ്ക്ക് സെക്കൻഡുമാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വിഷമം മൊത്തം മുഖത്തുണ്ട്. ഇപ്പോഴും പിന്നെ ഫസ്റ്റ് നമുക്ക് കിട്ടാൻ അങ്ങനെ പറയാൻ പറ്റുമല്ലോ. മത്സരമാകുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് എല്ലാം ഉള്ളതാണ്. പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും ഫസ്റ്റാണ് വാങ്ങിക്കുന്നത്. സാരമില്ല, ഇത് നന്നായി കളിച്ചാൽ മതി, കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റായി, ഒരുപാട് ലേറ്റായി. ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കഴക്കൂട്ടം ടെക്നോ പാർക്കിനടുത്തുള്ള മന്തി മനസ്സിൽ എന്ന ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. അങ്ങനെ നല്ല അടിപൊളി കുഴിമന്തിയൊക്കെ വന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.